നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അജിത് പവാറിന്റെ അപകട മരണത്തിലെ ആസൂത്രിത നീക്കങ്ങൾ പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് ശിവസേന നേതാവായ ഉദ്ധവ് താക്കറെയും സഞ്ജയ് റാവത്തും വ്യക്തമാക്കുന്നത്. വീണ്ടും മഹാവികാസ് അഘാദിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആ മനുഷ്യൻ വെമ്പുകയായിരുന്നു. അത് തടയുക എന്നത് ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ ദേവേന്ദ്ര ഫട്നാവിസിന് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമായിരുന്നു. ഏകനാഥ് ഷിൻഡെ കൃത്യമായി ചരടുവലികൾ നടത്തുകയാണ്. അജിത് പവാറിനെ കൂടി ഒപ്പം കൂട്ടിക്കൊണ്ടുള്ള നിർണായക നീക്കത്തിനിടയിലാണ് ഈ സംഭവം നടന്നത് എന്ന് വിശ്വസിക്കുകയാണ് മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ ലോകം. അതായത് BJP-യുടെ നേതാക്കൾ പല രീതിയിൽ പല ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള ആരോപണം അതിശക്തമായി ഉദ്ധവ് താക്കറെ ഉന്നയിക്കുന്നു. ഇക്കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം BJP നേതൃത്വം നടത്തി. അവിടെ എടുത്തു പറയേണ്ടത് സഖ്യകക്ഷികൾ, BJP-യോടൊപ്പം നിന്ന സഖ്യകക്ഷികളെ കാര്യമായി പരിഗണിക്കാതെ BJP നടത്തിയ തേർവാഴ്ചയെക്കുറിച്ച് തന്നെയാണ്. അജിത് പവാർ വളരെ വ്യക്തമായി തന്നെ BJP ജലസേചന വകുപ്പിൽ നടത്തിയ അഴിമതിയെക്കുറിച്ച് ആ ഫയലുകൾ തൻ്റെ കയ്യിലുണ്ട് എന്നും അത് പൊതുജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി വിവരിക്കുമെന്നുമുള്ള ഭീഷണിയുടെ സ്വരം BJP അതിനെ ഗൗരവപൂർവ്വം ഉൾക്കൊണ്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് ഉദ്ധവ് താക്കറെ പറയുന്നത്. നോക്കുക, ഉദ്ധവ് താക്കറെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാദി സർക്കാരിനെ നയിച്ച കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു അജിത് പവാർ. ശരത് പവാറുമായി തെറ്റിപ്പിണങ്ങുമ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവായ ഇളയച്ഛനെ വെറുപ്പിക്കാൻ അജിത് പവാറിന് മനസ്സുണ്ടായിരുന്നില്ല. ശരത് പവാറിൻ്റെ പാത പിന്തുടരാൻ അജിത് പവാറിന് വീണ്ടും ആഗ്രഹമുണ്ടായിരുന്നു. കോൺഗ്രസിൽ നിന്നും NCP രൂപീകരിച്ച് ശരത് പവാർ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാകുന്ന നാളുകളിൽ അജിത് പവാറിനെ കൈപിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് ബാരാമതിയുടെ ദാതയാക്കി മാറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തത് ശരത് പവാർ തന്നെയാണ്. ഇപ്പോൾ ഇതാ സുപ്രിയ സുലെയും പറയുന്നു ശരത് പവാറിൻ്റെ കുടുംബവും അജിത് പവാറിൻ്റെ കുടുംബവും ഒന്ന് തന്നെയാണ് എന്നും അതുകൊണ്ട് തന്നെ കുടുംബത്തെ വേർപിരിക്കാൻ കഴിയില്ല എന്നും NCP-യെ പിളർത്താൻ BJP കളിച്ച കളി അത് വെള്ളത്തിൽ വരച്ച വരയാകും. ഫട്നാവിസിന് അധികകാലം മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയില്ല. എന്തിൻ്റെ പേരിലാണ് അജിത് പവാറിന് സ്വന്തം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്? ആ കാരണം വളരെ വ്യക്തമായി ജനങ്ങളോട് ബോധ്യപ്പെടുത്തുമെന്ന താക്കീത് രൂപത്തിലാണ് ഇപ്പോൾ സുപ്രിയ സുലെയും കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മുന്നേറ്റം അത് താൽക്കാലികം തന്നെ ആയിരിക്കും എന്നുള്ളത് അജിത് പവാറിന് അറിയാമായിരുന്നു. ലോക്സഭയിൽ ജനങ്ങളുടെ യഥാർത്ഥ പൾസ് എന്താണെന്ന് അജിത് പവാർ തിരിച്ചറിഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സുനേന്ദ്ര പവാർ ബാരാമതിയിൽ പരാജയപ്പെട്ടതുൾപ്പെടെ എടുത്തു പറയേണ്ട പല കാര്യങ്ങളും ചർച്ചാ വിഷയമാവുകയാണ്.